ഫോട്ടോത്തിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിന്. രാമക്കല്ല് വ്യൂ പോയിന്റ്. അങ്ങനെ രാമക്കൽമേട് താഴോട്ട് ഭൂമിന്റെ അടിക്കാണല്ലോ പഠിച്ചോനെ പോണേ. പോയി നോക്കാം എന്തായാലും. കേട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ ഇങ്ങനെ പോവാ. ഇനി മേലെത്തിട്ട് കാണാം. ഓക്കെ, നമ്മളുടെ വഴിയും ഇതൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലുള്ളൊരു വഴിയാണിത്. പടച്ചമ്പുരാൻ അറിയാത്ത എങ്ങനെ അയാൾ കയറിപ്പോണ്. പോട്ടെ ഞങ്ങൾ വന്ന് വഴി സ്റ്റാച്ചു പോയിന്റ്. ഫോട്ടോത്തിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിന്. രാമക്കല്ല് വ്യൂ പോയിന്റ്. എത്രത്തോളം കയറി ഉണ്ടാക്കാണ്ടെന്നുള്ളത് മനസ്സിൽ പോലും വിചാരിച്ചില്ല. വല്ലാത്ത ജാതി. എൻ്റെ അമ്മേ ഭയങ്കര. ഓക്കെ, എത്ര കയറാള്. അങ്ങനെ ഫൈനലി ഞങ്ങൾ രാമക്കൽമേടിൻ്റെ മുകളിലെത്തി. മുകളിലല്ല, ഞാൻ അതിൻ്റെ മുകളിൽ കയറണം കേട്ടോ. ഈ കാണുന്നതാണ് ആ മുതൽ. ഇങ്ങോട്ട് നോക്കി, ഇവിടെ വരി. ഇതാണ് മുതൽ. അങ്ങനെ ഫൈനലി ഞങ്ങളിത് രാമക്കൽമേടിൻ്റെ മുകളിലെത്തി നിൽക്കുന്നു. നല്ല കാറ്റാണ്. നല്ല കാറ്റെൻ്റെ പോയി. ഞങ്ങൾ മാത്രം, ആരില്ല. ഓക്കെ, എന്താല്ലേ അതേ നിൽക്കാൻ പറ്റില്ല. അപ്പം കുമിളി, ഇനി അടുത്ത കുമിളി. ഞങ്ങൾ കുമിളിക്ക് ഇറങ്ങിയിട്ട് നേരം വെളുത്തപ്പോൾ ഇറങ്ങിയാണ്. ഇതുവരെ എത്തിയില്ലല്ലോ. നമ്മൾ പ്ലാന് മാറ്റി പിടിക്കണം. കാണുന്നോടത്ത് കയറുക, പ്ലാൻ മാറ്റുക, വേറെ പരിപാടികളൊന്നുമില്ല. നല്ല ചുരം കേട്ടോ, അടിപൊളി ചുരം. പറഞ്ഞല്ലേ മ്യൂസിക് ഇട്ടാണ്ട് വണ്ടി ഒക്കെപ്പാടെ ഒരു പരിപാടി നടക്കൂല. അതുവരെ ബ്ലൂടൂത്ത് എന്തെങ്കിലും കുത്തിയേക്കണം. ഇങ്ങനെ പെട്ടെന്നൊക്കെ സംസാരിച്ച് പോവാ. ഇത് മറ്റേതാകുമ്പോ വർത്താനം വരെ വണ്ടി കട്ടിങ്. ഇത് മറ്റേ കട്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങനത്തോടൊക്കെ എത്തും. ഇത് രാത്രി കാണ്ടി നടത്. ഇത് രാത്രി കാണ്ടി. അത് ഞാൻ രാത്രി ഇത് ഇറങ്ങാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ നല്ല പച്ചപ്പില്ലേ സംഗതി. ഇതിപ്പോ നമ്മള് ഇങ്ങോട്ട് മഴ ഇല്ലല്ലോ, അതായിരിക്കല്ലേ ഇങ്ങോട്ട് മഴ ഉണ്ടാകും. ഡിസ്റ്റൻസ് നിങ്ങൾ ചെല്ലിനനുസരിച്ച് ഓൾക്ക് ഭയം വരുമ്പോൾ അറ്റാക്കിങ് ചെയ്യാണല്ലോ. അതന്നെയാണ്. ഒരു വയനാട് വയനാട്ടിലെ ഒരു ചങ്ങായി, അയാള് കാട്ടുവാസി. അയാൾ പറഞ്ഞു, ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നു. ഞാനത് മാറി ഒരു ക്യാപ്പ് എടുക്കും, അതാണ് പോകും. അയാൾ പറഞ്ഞു, നമ്മളെ കണ്ടിട്ടോ കാണാനിട്ടോ എനിക്കറിയില്ല. വെൽക്കം ടു ഖമ്പം തേനി. എന്താ മറ്റേ ഇനി പറഞ്ഞേരി. ഇതുവരെ കുളിച്ചിട്ടില്ല. റൈറ്റ് സൈഡിലെ കാണില്ലേ അടിപൊളി സ്ഥലം. എന്താ സ്ഥലല്ലേ? ഇതാണ് ഇപ്പൊ നമ്മളതിന്റെ മുകളിൽ കണ്ട്, ആ മലന്റെ മുകളിൽ നമ്മൾ കൊണ്ടു കണ്ടില്ലേ. ആ റോഡ് ഞാൻ കണ്ടിരുന്നത്. ഇടുക്കാച്ചി റോഡ്, പുളി ഏർവാടി റോഡ്, പുളി. വെൽക്കം ടു ഖമ്പം തേനി എന്നാണ് പറഞ്ഞത് മമ്മൂട്ടി. കേരള 67 ചരം കയറാൻ ഓവർ ബ്രേക്കുമ്പോൾ കാല് കൊടുക്കണ്ട വെച്ചാൽ മതി. സ്റ്റാരിങ്ങുമ്പോൾ കണ്ടു മതി. ഓവർ ചവിട്ടുമ്പോൾ ചൂടായി കാണാൻ പ്രശ്നം എല്ലാവരും. ഞാൻ ഈ വണ്ടി ഡ്രൈവിംഗിൽ പെട്രോൾ ലാഭിങ്ങിന്റെ പരിപാടി ഇവിടെ അല്ലേ ട്രഷറർ കൂടുതലുള്ള
മറ്റേ ഈ ഇതിൻ്റെ എംസാൻഡ് അതുപോലെ തന്നെ കല്ല് കരിങ്കല്ല് ഏറ്റവും കൂടുതലുള്ളത് തേനി. തേനിയാണ് അല്ലേ? തേനി 40 1 കിലോമീറ്റർ ബാക്കിയുള്ള ടൈമില് കമ്പം 1 കിലോമീറ്റർ. തേനി ഇങ്ങോട്ടാണ്. തേനി ഇങ്ങോട്ട് നമ്മള് നേരെ പോണം. കമ്പം കയറണ്ട, കമ്പാണല്ലോ കയറണ്ടി. തേനിക്കാ വേണ്ടി എന്താ തീരുമാനം? ഇവിടുന്ന് 1 കിലോമീറ്ററോളം കമ്പം. എന്താ ഇങ്ങനത്തെ വെള്ളത്തിൽ ബോളിലല്ലോ കുളിക്കേണ്ടി വരാ? ഈ വെള്ളത്തിന് അത്ര നല്ല അടുത്തോടി കിട്ടില്ല. അങ്ങനെ അതുകൊണ്ടല്ലേ ക്രിസ്റ്റൽ വെള്ളം, കണ്ണീർത്തുള്ളി പോലത്തെ വെള്ളം കിട്ടും. മതി, അത് മതി, വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ഈ തോടാണ് മറ്റേ നമ്മളെ ഇതാ ചെക്കന്മാര് കുളിച്ചത്. ഈ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാ. ഇത് ഈ പിന്നെ ഇതല്ലേ 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 ഏതാ സ്ഥലം? എൻ്റെ പൊന്നോ, കിടുക്കാച്ചി സ്ഥലം. ഇതൊക്കെ പാടാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പാടാണ്. ഞങ്ങൾ കുളിച്ചിട്ടില്ല ഇതുവരെ, അപ്പോൾ കുളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ ഹാമക്ക് നമ്മളെ കൊണ്ടുവന്ന സ്ഥലമാണ്. ഇപ്പോൾ കാണിച്ചു തരാം. അത് പൊന്തിച്ചാ പൊന്തു. നേരെ വന്നതേ നമ്മളെ പാണ്ടിപ്പടയിലുണ്ടല്ലോ, ദിലീപും അരിശ്രീ അശോകനും കുളിക്കണ് അതുപോലത്തെ ഒരു സ്ഥലം. ഇതാണോ പറഞ്ഞ കണ്ണീർ തുള്ളി പോലത്തെ വെള്ളം? ഈ ചളിവെള്ളമാണോ? അല്ല, പക്ഷെ വേറെന്നുണ്ട്, ഒഴിക്കുന്നുണ്ട് വെള്ളം കേട്ടോ. കുറച്ച് അപ്പുറത്ത് പോയാൽ നല്ല വെള്ളം കിട്ടുമെന്ന് വിചാരിക്കുന്നു. തേങ്ങ കൊണ്ടോ നോക്കിയ തേങ്ങയാണ് പോണത്. ഒഴുക്കൊക്കെ ഉണ്ട്, വെള്ളം നല്ല വെള്ളമൊക്കെ തന്നെ കേട്ടോ. വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഇതുണ്ടെന്നുള്ളൂ. എന്താ ചെയ്യുക, കുളിക്കാനാണ് ഈ മണ്ടണത്. ഓക്കെ, എന്നാൽ പിന്നെ കുളിക്കട്ടെ. അപ്പോൾ കുളിയും നനയും കഴിഞ്ഞിട്ട് നമ്മൾ ഇടുക്കി പോകണില്ലല്ലോ. ഇനി ഇടുക്കി പോകണ്ടോ? അപ്പോൾ ഇടുക്കി ഞങ്ങൾ ക്യാൻസൽ. നമ്മളത് ഫുള്ള് പ്ലാൻ ബി ആണ്. ഫുള്ള് പ്ലാൻ ബി, ഒന്നും പറയാനില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രിയേക്ക് വീട്ടിലേക്ക് എത്തണം എന്നാണ്. എത്തുമോ എന്നറിയില്ല, നോക്കാം. പാടം, ട്രാക്ടർ, എത്ര ഏക്കർ സ്ഥലമാക്കി. ഇത് വെള്ളം, കുളി, അന്തസ്. ഇതിനാണ് അന്തസ് എന്ന് പറയുന്നത്. സ്ഥലം മാറ്റി പിടിച്ച് നേരെ മുന്നിലായിരുന്നു. ഈ വെള്ളം കണ്ടോ? ഇത് നല്ല വെള്ളം കണ്ടിട്ട് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ചെക്കന്മാരൊക്കെ നീന്തി കുളിക്കണ്. ചൂണ്ടലിടുന്നുണ്ട് കണ്ട. എന്തായാലും ആവട്ടെ, ഉള്ള വെള്ളം കൊണ്ട് കുളിക്കാം അല്ലേ? ഉള്ള വെള്ളം ഞങ്ങളെ പിന്നെ മാറ്റാം. ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് ശരീരം കണ്ടാല് ഒരു ആരോഗ്യമില്ലാത്ത ശരീരം മാറിക്കില്ല. ഇത്രയും കുട്ടികളായിരുന്നു ഇട്ടല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ നല്ല ഇതാണ്, കല്ലാണ്. ഇവിടെ എത്ര ആരോഗ്യക്കുറവുള്ള കണ്ടാല് അത് പണ്ടേ ഉണ്ടല്ലോ. ഓട്ടല്ല, വീഡിയോ എടുക്കണ്ട ഞാൻ. ഇതെന്താ അത് മുടിൻ്റെ ഒക്കെ? ഹേയ് സെറ്റ്. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഇറങ്ങിയത് തന്നെ പ്ലാൻ ഇല്ലാണ്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എവിടുക്കാ എന്താ ഏതാ ചോദ്യമില്ല, ഉത്തരമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച് പോയത് ഇടുക്കിക്കാണ്, പക്ഷേ ഇടുക്കിക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഇടുക്കിക്ക് പോകുന്നില്ല. നമ്മൾ ഒരു ചുരം ഇറങ്ങി വന്ന് കമ്പത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് കുളിച്ച് ഇറങ്ങി നേരെ തേനിക്ക് വിടുകയാണ്. തേനിന്ന് ആതിരപ്പള്ളി ഞങ്ങൾ പറയുന്നു, പക്ഷേ ആതിരപ്പള്ളി എത്തുമല്ലോ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇനി വേറെ ഒക്കെ മാറണമെങ്കിൽ അങ്ങോട്ട് മാറും. ഇപ്പം ചെന്നൈയിൽ ബോർഡുണ്ട് 546 കിലോമീറ്റർ കണ്ട്. ഇനി ചെന്നൈക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ കാത്തിരുന്ന് കണ്ടോളി എന്താവും ഏതാവും എന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു ടൈമിങ് നമുക്കില്ല. നമ്മൾ ഒപ്പമുള്ളവരും അങ്ങനെ തന്നെയാണ്. അതായത് പോവുക എന്നുള്ളതാണ്. കാരണം വണ്ടി നമ്മളെടുത്തിട്ടുണ്ട്, പൈസ പോലെ എടുത്തിട്ടുണ്ട്, നമ്മൾ അടിച്ച് മിന്നി പോവുകയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി ഓടിച്ചു കൊടുക്കാൻ പോവാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എനിക്കും വേണ്ട, കൂടെയുള്ള ജംഷിക്കും വേണ്ട, മറ്റവന് മാത്രം മതി തന്നെ. അപ്പോൾ അവന് ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ രാത്രി എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. അപ്പോൾ ഇതെന്ന് സംഭവം, ഇത് മുന്തിരിയാണ് കണ്ടോ. മുന്തിരിൻ്റെ തോട്ടമാണ്, പക്ഷെ മുന്തിരി ഒന്നും ഇല്ല ഇമ്മൽ. മുന്തിരിൻ്റെ തോട്ടമാണ്, അതല്ലാതെ അവിടെ അടച്ചിട്ടതാണ്.